ചേട്ടാ, ഇത് എന്താ പ്രേം നസീറിന്റെ കുറെ പടങ്ങളുണ്ടല്ലോ, എന്താ ഇത്ര വലിയ ആരാധനയാണോ? തീർച്ചയായിട്ടും അത് കുട്ടിക്കാലം മുതലേ അദ്ദേഹത്തോട് വളരെ ആരാധനയായിരുന്നു. സ്കൂളിൽ പഠിക്കുമ്പോൾ പോലും അദ്ദേഹത്തിൻ്റെ പടം നമ്മൾ സ്കൂൾ കട്ട് ചെയ്ത് പോയി കണ്ടിട്ടുണ്ട്. 82-ൽ പരീക്ഷ സമയത്ത് SSLC പഠിക്കുന്ന സമയത്ത് 2 പരീക്ഷയ്ക്കും എനിക്ക് കയറാൻ പറ്റിയില്ല, പോയില്ല ഞാൻ. കാരണം ഇദ്ദേഹത്തിൻ്റെ അന്ന് പടം ഒന്ന് രണ്ടെണ്ണം റിലീസായിരുന്നു. ആ പടം കാണാൻ വേണ്ടി ഞാനും കൂട്ടുകാരായിട്ടൊക്കെ അങ്ങനെ ക്ലാസ് കട്ട് ചെയ്ത് പരീക്ഷ എഴുതാതെ പോയിട്ടുണ്ട്. പ്രേം നസീറിനെ ഇഷ്ടമുള്ള മധു. മധുവിന് ചുറ്റും സദാസമയവും പ്രേം നസീറുണ്ട്. പല ഭാവങ്ങളിൽ, പല രൂപങ്ങളിൽ. ആരാധനയ്ക്ക് തുടക്കം എന്താണെന്ന് പറയാൻ അറിയില്ല. നിത്യഹരിത നായകനെ ഒത്തിരി ഇഷ്ടമാണെന്ന് മാത്രമാണ് ആവർത്തിക്കുന്നത്. ഞാൻ കൂലിക്ക് പറഞ്ഞ വണ്ടിയാണ്. ഉടമസ്ഥൻ്റെ ഞാൻ പറഞ്ഞ്, അപ്പോൾ ഇത് എടുത്ത് തരാമെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു നസീർ സാറിൻ്റെ പേരും എഴുതണം, അദ്ദേഹത്തിൻ്റെ ഫോട്ടോയിൽ വയ്ക്കാമെന്ന് ഞാൻ ഓടാമെന്ന് പറഞ്ഞു. അദ്ദേഹത്തിന് അത് പൂർണ്ണ മനസ്സായിരുന്നു. അദ്ദേഹം പറഞ്ഞ കുഴപ്പമില്ല, അത് മധുവിൻ്റെ ഇഷ്ടം പോലെ ചെയ്തേക്കാൻ പറഞ്ഞു. അങ്ങനെയാണ് അത് ചെയ്യുന്നത്. യാത്രക്കാർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഒരു മനുഷ്യൻ പോലും ഇതിങ്ങനെ ഇത് ശരിയായില്ലല്ലോ എന്ന് പറഞ്ഞിട്ടില്ല. എല്ലാവർക്കും അദ്ദേഹത്തിൻ്റെ ഇഷ്ടമാണ്. അദ്ദേഹം ചെയ്തിട്ടുള്ള കാര്യങ്ങൾ എന്നോട് അങ്ങോട്ട് പറയുകയും ചെയ്യും. എന്നെക്കാളും പ്രായമുള്ളവരെ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് അറിയാനും പറ്റിയിട്ടുണ്ട്. ഈ ഓട്ടോയിൽ സഞ്ചരിച്ച ഏതൊരാൾക്കും പറയാനുള്ളത് പ്രേം നസീറിന്റെ നിത്യവസന്ത കഥകളാണ്. പ്രേം നസീർ ഇന്നും ഒരു ഓർമ്മയായി എല്ലാവരുടെയും മനസ്സിൽ നിലനിൽക്കുന്നു എന്നതിന്റെ അടയാളമാണിത്. നസീർ അഭിനയിച്ച ചിത്രങ്ങളിലെ 750 ഗാനങ്ങൾ മധുവിന്റെ പക്കലുണ്ട്. രാവിലെ ജോലിക്കിറങ്ങുമ്പോൾ ഓട്ടോയിൽ പാട്ട് വെച്ചാൽ പിന്നെ തിരികെ വീട്ടിലെത്തിയാലേ നിർത്തൂ. കാട്ടിലെ പാഴ്മുളം തണ്ടിൽ നിന്നും പാട്ടിൻ്റെ പാലാഴി തീർത്തവളേ, നിനക്കായി സർവവും ത്യജിച്ചൊരു ദാസൻ വിളിക്കുന്നു, നിന്നെ വിളിക്കുന്നു. നസീറിന്റെ മിക്ക ചിത്രങ്ങളും മധു തിയേറ്ററിൽ തന്നെയാണ് കണ്ടിട്ടുള്ളത്. പ്രേം നസീർ സമ്മാനിച്ചൊരു ചിത്രം ഇപ്പോഴും മധു ഭദ്രമായി സൂക്ഷിക്കുന്നുണ്ട്. വിളിക്കുന്നു ശ്രീവരാഹം സ്വദേശി മധുവിന്റെ ഓട്ടോയിൽ കയറിയാൽ പോകേണ്ട സ്ഥലത്തുമെത്താം. പ്രേം നസീറിന്റെ കഥകളും കേൾക്കാം. പോകുന്ന വഴികളിലെല്ലാം നസീറിന്റെ പാട്ടുകളും കേൾക്കാം. കാട്ടിലെ പാഴ്മുളം കണ്ടിൽ നിന്നും. ക്യാമറാമാൻ പ്രേം ശശിക്കൊപ്പം ലയന ജയരാജ്, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.